ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെസ്സി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്താണെന്നല്ലേ, നമ്മളുടെ നാട്ടിലെ കൊടകയിൽ നടക്കുന്ന ഒരു എരുമാട് ഉറൂസ് ഒരുപാട് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ എരുമാട് നേർച്ച എന്നൊക്കെ പറയാം. എരുമാട് നേർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പോവാണ്, എരുമാട് മക്കാം ഉറൂസിന് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് നക്കാബൊക്കെ ഇട്ടതാണ് ഗൈസ്. ഇവിടെ ഒരുപാട് വലിയ വലിയ ആൾക്കാർ മുസ്താമാർ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നക്കാബൊക്കെ ഇട്ടതാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷവും ഞാൻ അവിടെ എത്തിയിട്ട് ഓരോന്നായിട്ട് പറയാം. ഇന്ന് ഞാൻ ജസ്റ്റ് ഉറൂസിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെ നടക്കുന്ന ഉറൂസാണ്. എത്രയോ നാടുകളിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഒരു നാപ്പോക്കിൽ റോഡൊക്കെ ഫുൾ തിരക്കാണ് ഈ ഒരു ഉറൂസ് സാഹിബിന്. അപ്പോൾ നമ്മൾ ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മളും പോകണ്ടേ. അങ്ങനെ ഞാൻ വന്നതാണ്. എന്തായാലും ഞാൻ ഈ ഒരു ഉറൂസിൻ്റെ ജസ്റ്റ് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, അതായത് ഈ എന്താണ് എരുമാട് എന്നുള്ള ഇവിടെ ഇപ്പോൾ ഒരു പവിത്രമായ ഈ ഒരു സ്ഥലത്തിൽ എന്താണ് ഇങ്ങനെ ഒരു ഉറൂസ് കഴിക്കാൻ കാരണം, അതിന് എന്താണ് ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഒരാൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. കാരണം അവർ നല്ല വൃത്തിയായിട്ട് തന്നെ ആ വീഡിയോയിലെല്ലാം കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ വീണ്ടും ഞാൻ ആ വീഡിയോ തന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട്. ഈ ഒരു വീഡിയോ ലേറ്റ് പോസ്റ്റിംഗ് ആണ്. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആ വീഡിയോ നല്ല വൈറലായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വീഡിയോ കുറച്ച് ലേറ്റ് പോസ്റ്റിംഗ് ആണ്. കാരണം ഓൾറെഡി ഞാൻ അതിനായിട്ട് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പോസ്റ്റ് ചെയ്ത് ഇന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും അന്ന് ആ ഒരു വീഡിയോന് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ വെറും ഞങ്ങൾ ഉറൂസിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ മുഖാമിലേക്ക് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് അലൗഡല്ല. അത് ഈ സുവിശേഷമുള്ളവരുടെ ഈ ഒരു എരുമാടിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അത് അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ അന്ന് വന്നപ്പോൾ കുറച്ച് നമ്മളുടെ ആ സ്ത്രീകളുടെ മുഖാമിൻ്റെ ആ ഒരു പാർട്ടും പിന്നെ ഈ ചന്തൻ്റെ ഒക്കെ കുറച്ച് പാർട്ടായിരുന്നു ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞങ്ങൾ താഴത്തെ മുഖാമിലേക്കൊക്കെ പോയി വന്ന് ഇപ്പോൾ ഈ ഒരു ചന്തേൻ്റെ അടുത്ത് പാത്തൂസിന് എന്തൊക്കെയോ കുറച്ച് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോവും. പിന്നെ എരുമാടിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്, ഇൻസ്റ്റാഗ്രാം വഴിയും വാട്സപ്പ് വഴിയും. അല്ലാണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സുകളും പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരൊക്കെ റിയലി സോറി, ഞങ്ങൾക്ക് അന്ന് വരാൻ പറ്റിയിട്ടില്ല. കാരണം ഇതായിരുന്നു, അവിടെ തീരെ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അന്ന് വന്നിട്ടാകുമ്പോൾ 2-3 വീട്ടിലേക്കെങ്കിലും വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. തീരെ നെറ്റ്വർക്കും ഇല്ല, അവിടെ നിന്ന് ഒന്നും കേൾക്കുന്നില്ല, മൈക്കിൻ്റെ സൗണ്ടിനും അതിന് കാരണം. പിന്നെ എൻ്റെ സിസ്റ്ററും എൻ്റെ ചെറുതും ഉണ്ടായിരുന്നു സിസ്റ്ററിൻ്റെ. അവർ കുട്ടികൾ ഇങ്ങനെ ചൊറയാക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ആടുന്ന് പിന്നെ ജസ്റ്റ് വിട്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല ഞാൻ ആരോന്ന് വിചാരിച്ചിട്ട്. നിങ്ങളെ പ്രശ്നം എന്താ ഇപ്പൊ? ഇവ കത്തായിത്തണോ? അങ്ങനെ ഇവർക്ക് എന്നെ അറിഞ്ഞിട്ടില്ല. ഇല്ല, ഫ്രൈഡ് റൈസ്. അങ്ങനെ എരുമാട് ഉറൂസിനൊക്കെ പോയി വന്ന് ഞങ്ങൾ നല്ല നല്ല തിരക്കുണ്ട്. വെള്ളിയാഴ്ച വരെ ഉണ്ട് കേട്ടോ ഉറൂസ്. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പനെ വരാം. അത്രയും തിരക്കും ആൾക്കാരും നല്ല രസമാണ്, നല്ല രസം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് നല്ല വിശേഷമായ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.